ഇനി ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ മികച്ച ജയം നേടാൻ കഴിഞ്ഞത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം സമ്മാനിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എത്താനിരിക്കെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. നടപ്പാക്കേണ്ട വികസന പദ്ധതികളും യോഗം വിലയിരുത്തും. അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. വി അരുണാണ് ഈ വാർത്തയുടെ വിശദാംശം നൽകുക. അരുൺ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ഭരണം നേടാൻ കഴിഞ്ഞതിൻ്റെ വലിയ ആത്മവിശ്വാസം, അപ്പോൾ ഈ കോർ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് കാര്യങ്ങളാണോ, അതോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. കാരണം നേരത്തെ തന്നെ ബി.ജെ.പി ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആറുന്ന കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ്. അദ്ദേഹം നിയമത്ത് മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാധാരണ ബി.ജെ.പിയുടെ പാർലമെന്ററി ബോർഡ് ചേർന്നാണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ വളരെ മുമ്പ് തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴക്കൂട്ടത്ത് വി മുരളീധരനും ഏറെക്കുറെ ഉറപ്പാണ്. അദ്ദേഹവും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്ന് പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി ഇതിനകം ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഇത്തവണ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് രൂക്ഷ വീണ്ടും മത്സരിച്ചേക്കും. അങ്ങനെ പല മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കാര്യത്തിൽ ബി.ജെ.പി ഏകദേശ ധാരണയായിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ, ശാസ്ത്രമംഗലം വാർഡ് കോൺഗ്രസ് ശ്രീലേഖയുടെ പേരാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഏതാണ്ട് എല്ലാവരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കാൻ ഇടയുണ്ട്. പരമാവധി സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുക്കണം. തിരുവനന്തപുരത്തും തൃശൂരും ഏറ്റവും അധികം സാധ്യത ബി.ജെ.പി കാണുന്ന രണ്ട് ജില്ലകൾ. പാലക്കാടും ആലപ്പുഴയും ഇത്തവണ ബി.ജെ.പി പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരുപക്ഷെ ആലപ്പുഴയിൽ തന്നെ മത്സരിച്ചേക്കും. അങ്ങനെ പ്രധാന നേതാക്കളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയുടെ ഫലം മാറ്റിവെക്കാൻ ബി.ജെ.പിക്ക് നിരാശ നൽകുന്ന ഫലമാണ് സംസ്ഥാന വ്യാപകമായി നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോഴും അതിലേക്ക് മറികടക്കാൻ തക്ക വിജയമാണ് തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പിക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ മാതൃകയിൽ കൂടുതൽ വിജയങ്ങൾ പിടിച്ചെടുക്കാനാകും ബി.ജെ.പി ശ്രമിക്കുക. അതിന്റെ തയ്യാറെടുപ്പുകൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച് നിർണായക ചർച്ചകളും നടക്കും. തിരുവനന്തപുരം നഗരസഭാ ഭരണം പാളിച്ചകളില്ലാതെ പോരായ്മകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ യോഗമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ നേരത്തെ നിയമത്ത് മത്സരിക്കുമെന്ന സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പതിവില്ലാത്ത കാര്യമാണ്. അതിനപ്പുറത്തേക്ക് തന്നെ ഇപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ എന്നുള്ള പേരുകളൊക്കെ നേരത്തെയും വരുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെങ്കിലും ഈ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ? ബി.ജെ.പിയുടെ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകും? പ്രഖ്യാപനം ഉണ്ടാകാനിടയില്ല. പക്ഷേ അധികം വൈകാതെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും. നേതാക്കൾ സംസാരിക്കുമ്പോൾ അക്കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അധികം വൈകാതെ ബി.ജെ.പിയുടെ പ്രാഥമിക പട്ടിക പുറത്തു വരും. നമുക്കറിയാം കോൺഗ്രസും അടുത്ത ദിവസങ്ങളിൽ നാളെ വയനാട് യോഗം ചേരുകയാണ്. അവരും പ്രാഥമികമായ പട്ടിക നേരത്തെ തന്നെ ഇറക്കാനാണ് ആലോചിക്കുന്നത്. മറ്റു മുന്നണികൾ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തിറങ്ങാനും ബി.ജെ.പിയും ശ്രമിക്കുന്നത്. അതിന്റെ അത്തരം ഒരു മത്സരം ആ രീതിയിൽ കൂടി ഉണ്ടാകാം. കോൺഗ്രസും വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കാനാണ്. സീറ്റ് വിഭജനം, മുന്നണികളുടെ സീറ്റ് വിഭജനം അതിവൈകാതെ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുപോലെ ബി.ജെ.പിയും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. സി.പി.എമ്മിനും പ്രാഥമിക ചർച്ചകൾ ഇതിനകം പുരോഗമിക്കുകയാണ്. ജില്ലാതലത്തിലൊക്കെ ഇതിനകം തന്നെ ഓരോ മണ്ഡലങ്ങളിലും ആരൊക്കെ നിൽക്കണമെന്നതിന് പ്രാഥമികമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടേം വ്യവസ്ഥയിൽ സി.പി.എം ഇളവ് നൽകും. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ 35 സീറ്റ് ലഭിച്ചാൽ അധികാരത്തിലെത്താമെന്നൊക്കെ കെ സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും ഇത്തവണ അത്ര വലിയൊരു അവകാശവാദമൊന്നും ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ രണ്ടക്കം എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പി നേതാക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് അവർ നടത്തുന്നത്. അതിനുള്ള തന്ത്രങ്ങളാകും അവർ ആവിഷ്കരിക്കുക. പ്രധാനമന്ത്രിയുടെ വരവിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായേക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അയച്ച കത്തിൽ പോലും കേരളം മാറാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ പ്രഭാതം ഇവിടുത്തെ സ്ത്രീകളും യുവാക്കളും സ്വപ്നം കാണുന്നുവെന്ന് മോദി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷകൾ അവർക്കുണ്ട്. അത്തരം പ്രഖ്യാപനങ്ങൾ മോദി വരുന്നതോടുകൂടി ഉണ്ടാകും. അങ്ങനെ വളരെ പ്രത്യക്ഷത്തിൽ പ്രചരണ പരിപാടികളിലേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. റൈറ്റ്. വി അരുൺ എന്താണ് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി ചേരുകയാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മുന്നിൽ കണ്ടുള്ള ഒരു നീക്കങ്ങൾക്കാണ് സാധ്യത. ഉടൻ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ചും എ ക്ലാസ് മണ്ഡലങ്ങളെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വലിയ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിവേഗത്തിൽ പ്രചാരണം തുടങ്ങുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വി വി അരുൺ വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത് നിന്ന്.